ജനങ്ങൾ തീരുമാനിച്ച ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് എല്ലാ മനുഷ്യർക്കും സംരക്ഷണം ഒരുക്കാൻ പ്രാപ്തനായിരിക്കേണ്ട ഒരു ജനപ്രതിനിധി ഒരു സ്ത്രീക്കെതിരെയാണ് ഇത്തരം ക്രൂരമായ പീഡനങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ഒരു MLA സ്ഥാനത്ത് നിൽക്കാനല്ല, ഒരു ജനപ്രതിനിധിയായി നിൽക്കാനും യോഗ്യനായ ഒരാളല്ല. തീർച്ചയായും രാഹുൽ രാജിവെക്കണം, പുറത്തു പോകണമെന്ന് തന്നെയാണ് നിലപാട്. ഇത്തരത്തിലൊരു MLA എന്തിനാണ് പാലക്കാടിന്? ഇങ്ങനെ ഇത്രയും ആരോപണങ്ങൾ നേരിട്ടൊരു MLA കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ നിയമസഭയിൽ ഇത്തരം ഒരു അംഗം തുടരുന്നത് വേണോ വേണ്ടയോ എന്ന് കോൺഗ്രസ്സുകാരനെ പരിശോധിക്കണം എന്ന് ഞാൻ പറയുന്നത്. അതുതന്നെ വേണം. ബെസ്റ്റ് പീഡനവീരൻ എന്ന അവാർഡ് ഉണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടമല്ല, രാഹുൽ കോഴിക്കോട്ടുമാണ്. ഇങ്ങനത്തെ ഒരു MLA ഈ പാലക്കാടിന് വേണ്ട. ഇയാൾ രാജിവെക്കണം എന്നാണ് ഞങ്ങളുടെതൊക്കെ നിയമം. ഭയങ്കര മെച്ചമായ ഒരു പ്രവൃത്തിയാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, 2 കാലും കുത്തി നടക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്നത് വരെ പാലക്കാട് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പാലക്കാട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ SFI തെരുവിൽ നേരിടും, 2 കാലും തല്ലിയൊടിക്കുന്ന സ്ഥിതി ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നാടിന് തന്നെ വലിയ അപമാനമാണ്. ആളിങ്ങനെ മുങ്ങി നടക്കുന്നത് വലിയ അപമാനമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് നാടിന് തന്നെ വളരെയധികം തെറ്റായൊരു കാര്യമാണ്. അതായത് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ പ്രചോദനമാവേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിൽ ഈ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നാടിന് എത്ര രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് നോക്കിക്കാണണം. ആളിങ്ങനെ ഒരു കേസ് വരുമ്പോഴേക്ക് ഒളിവിൽ പോയിട്ട് മുങ്ങി നടന്നിട്ട് കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ആളെ പിടിക്കണം. കേരള പോലീസ് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ആളെ പിടിക്കണം എന്നാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ആളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതെ അതെ, ഇങ്ങനെയുള്ള MLA-മാരൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? യൂത്ത് കോൺഗ്രസ് നിന്നൊക്കെ മെയിനായിട്ടുള്ള ആളല്ലേ. രാജിവെച്ച് പുറത്തു പോകാതെ തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്.